सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावतीतमस्तु मा विद्विषावहे। ओम शांति शांति शांति। ओम नमो ब्रह्मादिभ्यो ब्रह्म विद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം പ്രഥമ പ്രകരണം ഉപാസനാ പ്രകരണം ദ്വിതീയ പ്രകരണം ബ്രഹ്മവിദ്യാ പ്രകരണം അല്ലെ ദ്വിതീയ അധ്യായം. നമ്മൾ പ്രഥമ പ്രകരണം ഉപാസനകൾ യാജ്ഞവൽക്യ മഹർഷി നമുക്ക് വിവിധങ്ങളായി പറഞ്ഞു തന്നു. അതിൻ്റെയൊക്കെ താല്പര്യം എന്തെന്ന് വെച്ചാൽ എല്ലാറ്റിലും ഈശ്വരനെ കാണുവാനുള്ള കണ്ണുണ്ടാക്കിയെടുക്കൂ. അത് അശ്വമായിക്കോട്ടെ, അഗ്നി ആയിക്കോട്ടെ, പ്രാണനായിക്കോട്ടെ, സർവചരാചരങ്ങളും ആയിക്കോട്ടെ, എല്ലാം ഭഗവത് സൃഷ്ടിയാണ് എന്ന് ഉപാസനയിലൂടെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരികയായിരുന്നു. ഉപാസനയുടെ ഫലവും അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മവിദ്യാ അധികാര പ്രാപ്തി, ചിത്തശുദ്ധി അല്ലെങ്കിൽ അന്ധകരണശുദ്ധി, വ്യക്തതയോടെ കൂടി കേൾക്കുവാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കലാണ് ഉപാസനയിലൂടെ നേടിയെടുക്കേണ്ടത് എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. ഉപാസനയൊക്കെ ചെയ്തെന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം നമുക്ക് ദ്വിതീയ അധ്യായം ഉപദേശം ആരംഭിച്ചു. നമ്മൾ കണ്ടിരുന്നു ദ്വിതീയ അധ്യായം 6 ബ്രാഹ്മണങ്ങളോട് കൂടിയതാണ്. അജാതശത്രു ബ്രാഹ്മണം, ശിശു ബ്രാഹ്മണം, മൂർത്താമൂർത്ത ബ്രാഹ്മണം, മൈത്രേയി ബ്രാഹ്മണം, മധുബ്രാഹ്മണം, വംശബ്രാഹ്മണം. ഇങ്ങനെ 6 ബ്രാഹ്മണങ്ങളായി 6 സെക്ഷനായിട്ടാണ് ദ്വിതീയ അധ്യായത്തിനെ അല്ലെ ബ്രഹ്മവിദ്യാ പ്രകരണത്തിനെ തിരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഉള്ളടക്കത്തിൽ കണ്ടു. അതിനുശേഷം പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം നമ്മൾ ആരംഭിച്ചു. അജാതശത്രുവും ഗാർഗ്യൻ അല്ലെ ബാലാകിയും തമ്മിലുള്ള സംവാദം നമ്മൾ കണ്ടു. 13 മന്ത്രങ്ങൾ വരെ ആഖ്യായികയും ഇവർ തമ്മിലുള്ള തർക്കവിതർക്കങ്ങളും ആണ് നമ്മൾ കണ്ടത്. അതിനുശേഷം 14ാമത്തെ മന്ത്രം മുതൽ അജാതശത്രു ഗുരുവായി ബാലാകിക്ക് നിർഗുണ ബ്രഹ്മ ഉപദേശം നൽകുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ശിഷ്യഭാവേന ഉപത്വയാനി നമ്മൾ അവിടെ കണ്ടിരുന്നു. അവിടെ ഗാർഗ്യൻ അല്ലെങ്കിൽ ബാലാകി ശിഷ്യഭാവത്തിൽ അജാതശത്രുവിനെ ഉപസദിച്ചു. അപ്പോൾ അവിടെ അജാതശത്രു ഗുരുവായി മാറുകയാണ്. ബാലാകി അല്ലെങ്കിൽ ഗാർഗ്യൻ ശിഷ്യഭാവം കൈവരിക്കുകയാണ് അല്ലേ. അതാണ് നമ്മളവിടെ അധ്യാഹാരം ചെയ്തത്, ശിഷ്യഭാവേന എന്ന വാക്ക് അല്ലേ. അപ്പോൾ ശിഷ്യഭാവത്തിൽ, അപ്പോൾ ശിഷ്യൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടതാണ്.
ഗുരുവിൻ്റെ ലക്ഷണം കണ്ടതാണ്. ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടി അല്ലെ ഒരു മനനത്തിന് വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വിവേക ചൂടാമണി സിദ്ധിനാഥാനന്ദ സ്വാമിജിയുടെ വ്യാഖ്യാനമുള്ളവർ പേജ് 18-19 അല്ലെങ്കിൽ ശ്ലോകം 35. ചില ബുക്കിൽ ശ്ലോകത്തിൻ്റെ നമ്പർ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ജസ്റ്റ് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. ശ്രോത്രിയോ അവൃജിനോ കാമ. ഗുരുവിൻ്റെ ലക്ഷണമാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നോളൂ. കാരണം നമ്മൾ പോയി കുഴിയിൽ ചാടരുത്. ഇപ്പോൾ യൂട്യൂബ് ഗുരുക്കന്മാർ ധാരാളം ഉണ്ട്. നമുക്കത് പ്രമാണമായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് അയച്ചു തന്ന് ഒരു വലിയ ഒരു സദസ്സിലൊക്കെ പോയി, വലിയൊരു വക്താവാണ്, മൂപ്പരുടെ ഒരു ഗീതാ ക്ലാസ് അയച്ചു തന്നു. അത് പദം ഛേദിക്കുന്ന മുഴുവൻ തെറ്റാണ്, പക്ഷെ അനേക ആളുകൾ അത് ഫോളോ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, അത് പ്രമാണമായി മാറും. നമ്മളെ സംബന്ധിച്ച് വേദമാണ് പ്രമാണം. അപ്പം എല്ലാവരെയും നമ്മൾ സ്വീകരിക്കുന്നു. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ്, എല്ലാറ്റിനെയും സ്വീകരിക്കും. അവർ മധ്യമ പൂജ ചെയ്യുന്നവരായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരെയൊക്കെ സ്വീകരിക്കുന്ന ഒരു സംസ്കാരമാണ്. പക്ഷെ നമ്മളെന്താണ്, അത് പ്രമാണമായി എടുത്ത് നമ്മൾ അതിലേക്ക് തെറ്റ് പഠിക്കരുത്. തെറ്റാർക്കും സംഭവിക്കുക, അതല്ല, പക്ഷെ നമ്മളത് തിരുത്തുക. പക്ഷെ അത് മൂലപ്രമാണമായി എടുക്കരുത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഗുരുവിനെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്? ശ്രോത്രിയോ അവൃജിനോ കാമഹ. അവൃജിനോഹോ അകാമഹ. ശ്രോത്രിയോ വൃജിനോ കാമഹ ദോയോ ബ്രഹ്മവിത്തമഃ ബ്രഹ്മണ്യുപരതഃ ശാന്തഃ നിരിന്ധനൈവാനില അഹേതുകതയാ സിന്ധുഃ. അതാണ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ്. അജാതശത്രു അങ്ങനെയുള്ള ആളാണ്. അഹേതുകതയാ സിന്ധുഃ, അതായത് വാത്സല്യനിധിയാണ്. എങ്ങനെ അഹങ്കാരിയായ ശിഷ്യൻ വന്നോട്ടെ, അല്ലെ ചീത്ത പറയുന്ന ശിഷ്യനായിക്കോട്ടെ, പക്ഷെ അദ്ദേഹം ഉപസദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി, ഗുരു അഹങ്കാരത്തിന് ഞാൻ, അതാണ് ഉപത്വം യാനി എന്നുള്ള വാക്ക് അല്ലേ. ശിഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗുരു എങ്ങനെ ആയിരിക്കണം? അഹേതുകതയാ സിന്ധുഃ ബന്ധുരാനമതാം സദാ. നമ്മളന്ന് അവിടെ പഠിച്ചതാണ് ഇതൊക്കെ. അത് ഗുരു ഉപസത്തിയുടെ സ്ഥലത്ത് തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞാണ് എന്താണ് സ്വാമി നമസ്തയൊക്കെ വരുന്നത്. ഈ ഗുരുവിൻ്റെ ഈ വാത്സല്യം കണ്ടിട്ട് എങ്ങനെയുള്ള ഗുരുവാണ് എനിക്ക് എന്താ പറയുക, ലോകത്തിൽ നിന്നോ എന്നിൽ നിന്നോ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കാരുണ്യത്തോടുകൂടി വാത്സല്യത്തോടുകൂടി സർവവും തനിക്ക് നൽകുന്ന, ശിഷ്യന്മാർക്ക് നൽകുന്ന ഗുരുവിനെ കണ്ടപ്പോൾ ശിഷ്യൻ പിന്നെ എല്ലാം മറന്നുകൊണ്ട് അടുത്ത ചൊല്ലുകയായിരുന്നു, സ്വാമി നമസ്തേ നതലോകബന്ധു. ആ ശ്ലോകം അടുത്തത് വരുന്നുണ്ട് 37 അല്ലേ. അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം, ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടി. നമ്മൾ 5-6 വർഷമായി വിവേക ചൂടാമണി പഠിച്ചിട്ട്, അതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗുരുവിൻ്റെ ലക്ഷണം എങ്ങനെയുള്ള ഗുരുവായിരിക്കണം അല്ലേ? ശ്രോത്രിയനായിരിക്കണം, ബ്രഹ്മവിത്തായിരിക്കണം, ഇത്യാദി ലക്ഷണങ്ങൾ. അതിലും കൂടുതൽ എന്തായിരിക്കണം? അഹേതുകതയാ സിന്ധുഃ അല്ലേ, വാത്സല്യത്തിൻ്റെ കടലായിരിക്കണം. അതായത് എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ള ഭാവം അല്ലേ, അത് അജാതശത്രുവിനുണ്ടായിരുന്നു. അത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഉപസദിച്ചത് കണ്ടു. ഉപസദനത്തിന് ശേഷം ഇവർ തമ്മിലുള്ള സംവാദമാണ് 14ാമത്തെ മന്ത്രം. അതും നമ്മൾ കണ്ടു. അവിടെ വരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 15ാമത്തെ മന്ത്രം ഒരുമിച്ച് ചൊല്ലാം. സഹോവാച അജാതശത്രുഃ പ്രതിലോമം ച ഏതത് യഃ ബ്രാഹ്മണഃ ക്ഷത്രിയം ഉപേയാത് ബ്രഹ്മമേ വക്ഷ്യാമി ഇതി വി ഏവത്വാ ജ്ഞപയിഷ്യാമി ഇതി തം പാണൗ ആധായ ഉത്തസ്ഥൗ തൗഹ പുരുഷം സുപ്തം ആജഗ്മ്യതുഃ തം ഏതൈ നാമഭിഃ ആമന്ത്രായാം ചക്രേ ബൃഹൻ പാണ്ഡരവാസഃ
സോമ രാജനിധി സഹ ന ഉത്തസ്തൗ തം പാണിന ആപേക്ഷം ബോധയാം ചകാര സഹ ഹ ഉത്തസ്തൗ. ഒന്നുകൂടെ ചൊല്ലാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, നമുക്ക് ക്ലാസ് കഴിഞ്ഞ് ചോദിക്കാം. സഹോവാച അജാതശത്രുഃ പ്രതിലോമം ച ഏതത് യഹ ബ്രാഹ്മണഃ ക്ഷത്രിയം ഉപേയാത് ബ്രഹ്മമേ വക്ഷ്യാമി ഇതി വി ഏവത്വാ ന്യപൈക്ഷ്യാമി ഇതി തം പാണൗ ആധായ ഉത്തസ്തൗ തൗഹ പുരുഷം സുപ്തം ആജമ്യതുഃ തം ഏതൈ നാമഭിഃ ആമന്ത്രായാം ചക്രേ ബൃഹൻ പാണ്ഡരവാസഃ സോമോ രാജ ഇതി സഹ ന ഉത്തസ്തൗ തം പാണിന ആപേക്ഷം ബോധയാം ചകാര സഹ ഹ ഉത്തസ്തൗ. സഹോവാച അജാതശത്രു ഈ വിധം പറഞ്ഞു. എന്താണ്? പ്രതിലോമം ചെയ്തത്. അങ്ങ് എന്തിനാണിങ്ങനെ പ്രതിലോമനായിട്ട് തല കീഴായിട്ട് വിപരീത ഭാവത്തോടെ ഒരു തൻ്റെ അഹങ്കാരത്തെയൊക്കെ കുറച്ചുകൊണ്ട് എന്താണിങ്ങനെ നിൽക്കുന്നത്? കാരണം ഇത്രയും നേരം അല്ലേ നമ്മൾ എത്ര ദിവസമായി തർക്കിക്കാൻ തുടങ്ങിയിട്ടല്ലേ, അതൊന്നും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആ ഒരു പരാജയത്തിൻ്റെ മുഖത്തോടു കൂടി അങ്ങ് എന്തിനാ? അപ്പോൾ ആ മനസ്സിൽ ആ ചിത്രം ഉണ്ടാകണം, ഇവർ തമ്മിലുള്ള സംവാദം പരാജയപ്പെട്ട് നിൽക്കുന്ന ഗാർഗ്യൻ. അപ്പം എന്നിട്ട് പറയുന്നു, ബ്രാഹ്മണഃ ക്ഷത്രിയ ഉപേയാത്. ഒരു ബ്രാഹ്മണനായ ഗാർഗി ബാലാഗി അങ്ങ് ഇത്രയൊക്കെ പഠിച്ച് ഗുരുകുലവാസമൊക്കെ കഴിഞ്ഞ് എന്നോട് തർക്കിക്കാൻ വന്നിട്ട് എന്തുകൊണ്ടാണ് ക്ഷത്രിയനായ എൻ്റെ അടുത്ത് ശിഷ്യഭാവേന ഉപസരിച്ചത്? അതാണ് ബ്രാഹ്മണം ക്ഷത്രിയം ഉപേയാതെന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ബ്രാഹ്മണനായ അങ്ങ് ക്ഷത്രിയനായ എൻ്റെ അടുത്ത് എന്തിനാണ് ഉപേയാത് അടയുന്നത് എന്ന്. പക്ഷെ ഇവിടെ നമ്മുടെ അർത്ഥം എന്താണ്? അങ്ങനെയല്ല. അങ്ങ് ബ്രാഹ്മണ കുലജാതനായി 12 വർഷം ഗുരുകുലവാസം കഴിഞ്ഞു. ഗുരുകുല പഠനാനന്തരം എന്തൊക്കെയാണോ ഗുരുകുലത്തിൽ നിന്നും പഠിക്കേണ്ട വേദാംഗ ഉപവേദാംഗങ്ങളെല്ലാം പഠിച്ച് ആചാര്യനായി പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് അങ്ങയുടെ പാണ്ഡിത്യം കാണിക്കാൻ അല്ലെ പ്രദർശിപ്പിക്കാൻ എൻ്റെ അടുത്ത് തർക്കത്തിനായി വന്നു. പക്ഷെ അങ്ങ് പരാജയപ്പെട്ടു, ശരി, സമ്മതിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങ് ക്ഷത്രിയനായ എൻ്റെ അടുത്ത് ശിഷ്യഭാവേന ഉപേയ? അപ്പം ഇവിടെയും നമ്മൾ അധ്യാഹാരം ചെയ്യണം. ശ്രദ്ധിക്കണേ, എന്ത് അധ്യാഹാരം ചെയ്യണം? ബ്രാഹ്മണഃ ക്ഷത്രിയം കോമ ശിഷ്യഭാവേന ഉപേയാത്. ശിഷ്യഭാവേന ഉപേയാത്. എന്താണ് അധ്യാഹാരം ചെയ്യേണ്ടത്? ബ്രാഹ്മണഃ ക്ഷത്രിയം കോമ ബ്രാക്കറ്റിൽ എഴുതുക ശിഷ്യഭാവേന ഉപേയാത്. എന്തിനാണ് അങ്ങ് ക്ഷത്രിയനായ എൻ്റെ അടുത്ത് ശിഷ്യഭാവത്തിൽ ഉപസരിച്ചത്? അതാണ് കാരണം. നമ്മൾ തൊട്ട് മുമ്പത്തെയും അവിടെയും അധ്യാഹാരം ചെയ്ത് എന്ത്? ശിഷ്യഭാവേന. ഇവിടെയും അധ്യാഹാരം ചെയ്യണം ശിഷ്യഭാവേന. ഒരു അങ്ങ് എന്തിനാണ് എൻ്റെ അടുത്ത് ശിഷ്യഭാവേന? അത് ചോദിക്കണം. കാരണം എങ്കിലേ ഞാൻ ശിഷ്യനായിട്ട് അങ്ങയുടെ മുന്നിൽ ശരണാഗതനാകുന്നു എന്നൊക്കെ പറഞ്ഞു, ശരി തന്നെ. പക്ഷെ ഗുരുനാഥൻ ചോദിക്കണം. അതാണ് ഗുരുവിൻ്റെ മഹത്വം. കാരണം നമുക്കറിയില്ല, ആദ്യമായിട്ട് ഒരാൾ വന്നു തർക്കിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഗുരുവിൻ്റെ കടമയാണ് എന്തിനാണ് അങ്ങ് എൻ്റെ അടുത്ത് ശിഷ്യഭാവത്തിൽ ഉപസരിക്കുന്നത്? വീണ്ടും പരീക്ഷണമാണോ അല്ലെ എന്താണ് ഉള്ളിലിരിപ്പെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് ചോദിക്കുകയാണ്, ശിഷ്യഭാവേന എന്തിനാണ് അങ്ങ് ഉപസരിച്ചത്? എന്നിട്ട് അടുത്തത് പറയുകയാണ്, നമ്മൾ അവിടെയും എന്താണ് അധ്യാഹാരം ചെയ്തത്? ബ്രഹ്മമേ വക്ഷ്യാമി ഇതി.
അവിടെ എന്താണ് നമ്മൾ ആഡ് ചെയ്തത്? ബ്രഹ്മ ഉപദേശം മേ വക്ഷ്യാമി ഇതി അല്ലേ. ബ്രഹ്മനെ കുറിച്ച് പറഞ്ഞു തരിക എന്ന് വെച്ചാൽ എന്താണ്? ബ്രഹ്മോപദേശം, അതായത് ബ്രഹ്മവിദ്യാജ്ഞാനം, മോക്ഷവിദ്യാജ്ഞാനം. മേ വക്ഷ്യാമി ഇതി. മേ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നിങ്ങളുടെ പുസ്തകത്തിലുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ നോക്കണം ഓരോ വാക്കും കേട്ടോ. മേ എനിക്ക് എന്ത് വേണം? ബ്രഹ്മോപദേശം വക്ഷ്യാമി. ബ്രഹ്മോപദേശം പറയുന്നതിനായി, അറിയുന്നതിനായി അല്ലെ ലഭിക്കുവാനായി ഇത്യാദി അർത്ഥമൊക്കെ എടുക്കാം. മേ എന്ന് വെച്ചാൽ അസ്മശബ്ദമാണ്. അസ്മശബ്ദം എന്ന് വെച്ചാൽ രണ്ട് തരം, വേണ്ടവർക്ക് വേണ്ടി പറയുകയാണ്, രണ്ട് തരം ശബ്ദങ്ങളുണ്ട് നമ്മുടെ സംസ്കൃതത്തിൽ. ഒന്ന് അസ്മശബ്ദവും യുഷ്മശബ്ദവും. യുഷ്മശബ്ദം എന്ന് വെച്ചാൽ തൂ ആപ്പ്. നമ്മൾ ദ്വിവചനം ബഹുവചനമൊക്കെ പറയുന്നിടത്താണ് യുഷ്മശബ്ദം എന്ന് പറയുക. തന്നെ ദ്വിവചനം ബഹുവചനം. അസ്മശബ്ദം എന്ന് വെച്ചാൽ ഏകവചനം. ഇവിടെ ഏകവചനമാണ്. മേ എന്ന് വെച്ചാൽ ഏകവചനമാണ്, സർവനാമ ശബ്ദമല്ല. പേടിയാണ് ഇതൊക്കെ പറയാം, വെറുതെ കേട്ടോളൂ നിങ്ങൾ. അത് മേ എന്ന് വെച്ചാൽ അസ്മശബ്ദം എന്ന് പറയാതെ, അതായത് ഏകവചനം. അതായത് ഇവിടെ ഏകവചനമാണ്. എനിക്ക് ഏകവചനമൊക്കെ അറിയാമല്ലോ, ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് വേർഡൊക്കെ അറിയാം. എനിക്ക് എന്താണ്? ബ്രഹ്മ ഉപദേശം വക്ഷ്യാമി ഇതി. എനിക്ക് ബ്രഹ്മോപദേശം നൽകിയാലും അല്ലേ, അതിനായിക്കൊണ്ടാണ്. ഇപ്പോൾ ചോദിച്ചു, ഇവിടെ തൊട്ടു മുമ്പ് അജാതശത്രു ചോദിച്ചു, എന്തിനാണ് ക്ഷത്രിയനായ എന്നിൽ അങ്ങ് ഉപസദിച്ചത് ശിഷ്യഭാവത്തിൽ എന്ന് ചോദിച്ചു. അതിന് മറുപടിയാണിത്. എനിക്ക് ബ്രഹ്മോപദേശം വേണം, അതിനായിക്കൊണ്ട് ഞാൻ അങ്ങയെ ശിഷ്യഭാവത്തിൽ ഉപസദിക്കുന്നു. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ പൂർത്തിയാക്കാം? മേ ബ്രഹ്മോപദേശം വക്ഷ്യാമി അതഃ ശിഷ്യഭാവേന ഉപേയാത്. അങ്ങനെയാണ് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആകുക. ഇനി ഇതൊക്കെ പഠിക്കണം. ബൃഹദാരണ്യം എത്തിയപ്പോൾ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാൻ പഠിക്കണം. ശബ്ദം എന്ന് വെച്ചാൽ സമസ്തപദം ഉണ്ടാക്കാൻ പഠിക്കണം, അന്വയിക്കാനൊക്കെ പഠിക്കണം. ഇനിയില്ല, നമ്മൾ എപ്പോഴാണ് ഇതൊക്കെ പഠിക്കുക അല്ലേ? എങ്ങനെയാണ്? മേ ബ്രഹ്മോപദേശം വക്ഷ്യാമി അതഃ എന്ന് വെച്ചാൽ therefore, അതുകൊണ്ട് ശിഷ്യഭാവേന ഉപേയാത്. മേ ബ്രഹ്മോപദേശം വക്ഷ്യാമി, എനിക്ക് ബ്രഹ്മോപദേശം വേണം. അതഃ therefore, അതുകൊണ്ട് ശിഷ്യഭാവേന ഉപേയാത്, അതുകൊണ്ടാണ് ഞാൻ ശിഷ്യഭാവത്തിൽ അങ്ങയെ ഉപസദിച്ചത്. ഒന്നുകൂടെ പറയാം, നല്ല സുഖമാണ്, സരള സംസ്കൃതമാണ് ഇതൊക്കെ. മേ ബ്രഹ്മോപദേശം വക്ഷ്യാമി, എനിക്ക് ബ്രഹ്മോപദേശം വേണം. അതഃ അതുകൊണ്ട് ശിഷ്യഭാവേന ഉപേയാത്, ഞാൻ ശിഷ്യഭാവത്തിൽ അങ്ങയെ ഉപസദിക്കുന്നു. അല്ലേ? എന്താണോ ഗുരുനാഥൻ ചോദിക്കുന്നതിന് അതിന് വ്യക്തമായ മറുപടി നൽകണം. അത് വ്യക്തമായി നൽകി. അപ്പോൾ ഉപനിഷത്തിൻ്റെ രീതി ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അധ്യാഹാരം ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മൾക്ക് മനസ്സിലാകാനും നമ്മുടെ മനനത്തിനും വേണ്ടി. എന്നിട്ട് അടുത്തത് ആരുടെ ഡയലോഗാണ്? അജാതശത്രുവിൻ്റെ ഡയലോഗ്. വി ഏവത്വ, അടുത്ത വാക്കേ വി ഏവ ത്വാ ജ്ഞപയിക്ഷ്യാമി ഇതി. ത്വാ അങ്ങയ്ക്ക്, അത് ഏകവചനാണ്. ത്വാ അങ്ങയ്ക്ക്. വി ഏവ എന്ന് വെച്ചാൽ നിശ്ചയമായിട്ടും, ഡെഫിനറ്റ്ലി, അതാണ് വി ഏവ. ഡെഫിനറ്റ്ലി എന്നുള്ള അർത്ഥമില്ല, നിശ്ചയമായിട്ടും. ത്വാ അങ്ങയ്ക്ക്, അങ്ങയ്ക്കെന്ന് പറഞ്ഞാൽ ആരാ ഇവിടെ? ഗാർഗ്യന്. ത്വാ ഗാർഹ്യ, ഗാർഗ്യനായിക്കൊണ്ട് ഞാൻ നിശ്ചയമായിട്ടും അങ്ങയ്ക്ക് എന്താണ്? ജ്ഞപയിക്ഷ്യാമി, അവിടെയും അധ്യാഹാരം ചെയ്യുക. ബ്രഹ്മോപദേശം ജ്ഞപയിക്ഷ്യാമി,
എഴുതിക്കോളൂ നിങ്ങളെ. ഞാൻ വളരെ സ്ലോയിലാണ് പോകുന്നത്, എഴുതാൻ വേണ്ടിയാണ്. എന്താണ് അധ്യാഹാരം ചെയ്യേണ്ടത്? ബ്രഹ്മോപദേശം ജ്ഞപേക്ഷ്യാമി. ഞാൻ അങ്ങയ്ക്ക് നിശ്ചയമായിട്ടും ബ്രഹ്മോപദേശം നൽകാം. ജ്ഞപേക്ഷ്യാമി. കാരണം ഇത് പിന്നീട് നോക്കുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാകരുത്, അതിനു വേണ്ടിയാണ്. അല്ലേ, ഇതൊക്കെ മനസ്സിൽ എഴുതിയിട്ട് പോകണം. അല്ലേ, ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ഗംഗാതീരത്ത് യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുകുലത്തിൽ തന്നെയാണ്, വേറെ എവിടെയല്ല. അപ്പോൾ ആ ഒരു ശിഷ്യഭാവത്തിൽ വേണം നമ്മളും ഇരിക്കാൻ, എങ്കിലേ ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ. പ്രാധാന്യം പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഒന്നും പഠിക്കാനില്ല. അപ്പം അതിൻ്റെ പ്രയോജനം എനിക്ക് അനുഭവവേദ്യമാകണേ, ഞാനും ശിഷ്യഭാവത്തിൽ ഉപസദിക്കണം. അപ്പം ആ ഒരു മനോഭാവം നമുക്കും ഉണ്ടാകണം. അതുകൊണ്ട് എഴുതൂ, ത്വാ വി ഏവ ജ്ഞപേക്ഷ്യാമി. അങ്ങയ്ക്ക് ഞാൻ തീർച്ചയായിട്ടും ഉപദേശം നൽകാം. എന്ത്? ബ്രഹ്മോപദേശം നൽകാം. വേറെ ഒന്നും എനിക്ക് തരാനില്ല. കാരണം അങ്ങ് വേറെ ഏതോ ഗുരുകുലത്തിൽ, ഏത് ഗുരുകുലാന്നൊന്നും ഇവിടെ പറയുന്നില്ല, അങ്ങ് എന്തായാലും 12 വർഷം ഗുരുകുലവാസം കഴിഞ്ഞ് പഠനാനന്തരാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ബ്രഹ്മോപദേശം മാത്രമേ ആവർത്തിക്കാനുള്ളൂ. അല്ലാണ്ട് വേദാംഗങ്ങളോ ഉപവേദങ്ങളോ സ്വർഗാദി വിദ്യകളോ ധനുർവിദ്യകളോ ഒന്നും പറയാനില്ല. എന്താണ്? ഒറ്റ പോയിന്റേ ഉള്ളൂ, അനേകം ലോകത്ത് വിദ്യകളുണ്ട്. ജ്ഞപേക്ഷ്യാമി എന്ന് പറഞ്ഞ് പറഞ്ഞു തരാമെന്ന അർത്ഥം. അനേകം വിദ്യകൾ വേണം പറഞ്ഞു കൊടുക്കാം. അതൊന്നും അജാതശത്രുവിന് പറയാനില്ല. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ബ്രഹ്മോപദേശം. അതുകൊണ്ട് നമ്മൾ സ്പെസിഫിക്കലി ഇവിടെ ആഡ് ചെയ്യണം. എന്ത്? ബ്രഹ്മോപദേശം ജ്ഞപേക്ഷ്യാമി. അല്ലെ മോക്ഷവിദ്യ എന്നും പറയാം കേട്ടോ, രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ഞാൻ അങ്ങേക്ക് മോക്ഷവിദ്യയെ പറഞ്ഞു നൽകാം, അല്ലെ അത് തന്നെയാണ് ബ്രഹ്മോപദേശം. ജ്ഞപേക്ഷ്യാമി അല്ലെ, വി ഏവത്വാ ജ്ഞപേക്ഷ്യാമി ഇതി. ഞാൻ അങ്ങയ്ക്ക് എന്താണ്? നിശ്ചയമായിട്ടും. അതാണ് വീണ്ടും ഇവിടെ അജാതശത്രുവിൻ്റെ ഗുരു ലക്ഷണം കാണുന്നത്. ഗുരു എന്ന് പറയുന്നത് ഒരു വലിയ ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കമണ്ടലുമൊക്കെ ആയിട്ടിരിക്കുന്ന ആളല്ല ഗുരുനാഥൻ. ഓരോ ചെറിയ ചെറിയ വാക്കിൽ നിന്നാണ് നമ്മൾ ഗുരുവിനെ തിരിച്ചറിയേണ്ടത്. ഇവിടെ ഏതാണ് ഗുരുവിൻ്റെ ലക്ഷണം? ഏവ എന്നുള്ള ഒറ്റ വാക്ക്, അല്ലേ? എത്ര ചെറിയ വാക്കാണത്, ഏവ. അവിടെ നമുക്ക് അജാതശത്രു എന്ന മഹാഗുരുവിനെ കാണാം. അങ്ങക്ക് ഞാൻ നിശ്ചയമായിട്ടും പറയാം. അതിൻ്റെ അർത്ഥം എന്താ? മനസ്സിലാകുന്നത് വരെ പറഞ്ഞു തരാമെന്ന്. ഐ വിൽ റിപ്പീറ്റ് എന്നുള്ള അർത്ഥമാണ്. അതാണ് ഗുരുവിൻ്റെ ലക്ഷണം. ശിഷ്യൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ശിഷ്യന് മനസ്സിലാകുന്നത് വരെ ഉദാഹരണങ്ങളിലൂടെ ഉപാസനകളിലൂടെ ശിഷ്യനെ കൈപിടിച്ച് എടുക്കുകയാണ്. ആ ഒരു പ്രോമിസാണ്. ഏവ എന്നുള്ള വാക്ക് പ്രോമിസാണ്. ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം എന്ന് വെച്ചാൽ അങ്ങക്ക് മനസ്സിലാകുന്നത് വരെ ഞാൻ പറഞ്ഞു തരാം, അല്ലേ? അതാണ് ഗുരു. അജാതശത്രു എന്ന ഗുരുവിനെ മഹാഗുരുവായ യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പറഞ്ഞു തരികയാണ്. ശിഷ്യഭാവേന, അല്ലേ? ശിഷ്യഭാവം ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടുകയുള്ളൂ. അല്ലാത്തവരെ നമുക്ക് ധാരാളം കിട്ടും. പക്ഷെ തന്നേക്കാളും വലിയ ആളാകണം ശിഷ്യൻ എന്ന് പൂർണ്ണമായും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അതിന് സഹായിക്കുകയും ചെയ്യുന്നവരാണ് ഗുരുക്കന്മാർ. ശിഷ്യന്മാരുടെ പേരുകൊണ്ട് ഗുരു അറിയപ്പെടണം. അങ്ങനെയുള്ള ഞാൻ 1-2 തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠനം കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഗുരുനാഥൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ആശ്രമത്തിൽ നിന്ന് പോയി നമുക്ക് നൈഷ്ഠിക ബ്രഹ്മചര്യം തന്ന് ആശ്രമത്തിൽ നിന്ന് പോന്നപ്പോൾ വണ്ടിക്കൂലിയൊക്കെ തന്നു. ഒന്നുമില്ല, 2 വർഷം ആശ്രമത്തിൽ 2-2.5 വർഷം നിന്നിട്ട് പൈസ ഒന്നുമില്ല കയ്യിൽ. നമുക്ക് പൈസയൊക്കെ തന്ന് വണ്ടിക്കൂലിയൊക്കെ തന്ന് വിട്ടു. അപ്പോൾ സൗജിയെ കാണാനായിട്ട് പോയി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ പേരിൽ ഞാൻ അറിയപ്പെടണം, എന്നെക്കാളും വലിയ ആളാകണം.
ആ ഒരു അനുഗ്രഹം മാത്രം മതി. അപ്പോഴാണ് നമുക്ക് ഇത്രയും വർഷം അവിടെ നിന്നിട്ട് മനസ്സിലായില്ല ആരാണ് ഗുരുനാഥർ. പക്ഷെ ആ ഒറ്റ വാക്കുകൊണ്ട് മനസ്സിലായി, അഹേത് കഥയാ സിന്ധുഹു. നമ്മളൊക്കെ വലിയ ആളാകണം, അത് ഇവിടെ ഒറ്റ വാക്കിൽ കാണാം. അപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നുള്ള വ്യത്യാസമൊന്നും വരില്ല. അങ്ങനെ നമ്മൾ കണ്ടു. പിന്നെ ബ്രാഹ്മണൻ്റെ ധർമ്മങ്ങൾ നമ്മളവിടെ കണ്ടു. ബ്രാഹ്മണൻ അല്ലേ, ആരാണ് ബ്രാഹ്മണൻ എന്ന് കണ്ടു. ജസ്റ്റ് ആ പോയിന്റ് ഒന്നുകൂടെ പറയാം. അധ്യയനം, വേദാധ്യയനം, വേദാധ്യാപനം, വേദയജനം, വേദയാചനം, ദാനം, പ്രതിഗ്രഹം അല്ലേ, ഇതാണ് ബ്രാഹ്മണൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമ്മൾ കണ്ടു. ക്ഷത്രിയൻ്റെ ലക്ഷണം അല്ലെ ക്ഷത്രിയൻ്റെ ധർമ്മം എന്തൊക്കെയാണ്, ഇവിടുത്തെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അധ്യയനം, വേദാധ്യയനം, വേദയജനം, ദാനം. പിന്നെ നമ്മൾ കണ്ടിരുന്നു ഈ ധർമ്മങ്ങൾ അല്ലെ ഈ ലക്ഷണങ്ങളൊക്കെ ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ബാധകമല്ല. ഗുരുകുലത്തിൽ നമ്മൾ പഠിക്കുവാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ക്ഷത്രിയനും അല്ല, ബ്രാഹ്മണനും അല്ല, ശൂദ്രനും അല്ല, അല്ലേ, ആരുമല്ല. നമ്മൾ ഈ നാലിനെയും അധിവർത്തിച്ച് അത്യാശ്രമിയാണ് ആ സമയത്ത്, എന്ന് വെച്ചാൽ വിദ്യാർത്ഥിയാണ്. അതും നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ഗുരുകുലമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ ബാധകമാണ്. ഏത്? ക്ഷത്രിയൻ്റെയും ബ്രാഹ്മണൻ്റെയും ധർമ്മങ്ങളൊക്കെ ബാധകമാണ്. അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. അത് കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു, നമ്മളത് ചർച്ച ചെയ്തതാണ്. ക്ഷത്രിയൻ്റെ ധർമ്മം, ബ്രാഹ്മണൻ്റെ ധർമ്മം ഇത്യാദികളൊക്കെ. അതിനുശേഷം അടുത്തതിലേക്ക് പോകാം. എന്താണ്? തം പാണൗ ആദായ. വളരെ നമുക്ക് ഭയങ്കര വികാര നിർഭരരാകും ഈ വാക്കുകളൊക്കെ കേട്ടാൽ. തം പാണൗ ആദായ ഉത്തസ്തൗ എന്ന് വെച്ചാൽ മനസ്സിൽ ഇത് വരണേ, ചിത്രം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ശിഷ്യൻ്റെ തോളിൽ തട്ടിക്കൊണ്ട്, തം പാണൗ ആദായ, ശിഷ്യൻ്റെ തോളിൽ തട്ടിക്കൊണ്ട്, ഉത്തസ്തൗ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ് എഴുന്നേൽക്കൂ എന്ന്. ഇവിടെ ബ്രാഹ്മണനെ ചേർത്ത് പിടിക്കുകയാണ്. കാരണം ബ്രാഹ്മണനല്ല ഇപ്പം ഗാർഗ്യൻ. ആരാണ്? ശിഷ്യഭാവേന ഉപയാത്, ശിഷ്യനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒന്നുമില്ല അല്ലേ, രാജാവെന്നുള്ള പദവിയില്ല, ബ്രാഹ്മണൻ എന്നുള്ള പദവിയില്ല, ഇത്രയും കാലം പഠിച്ചു എന്നുള്ള ഗർവമില്ല, ഒന്നുമില്ല. എന്താണ് പിന്നെ? ഗുരു ശിഷ്യ ഭാവം മാത്രമേ ഉള്ളൂ. അപ്പോഴെന്താണ് ചെയ്യുന്നത്? തം പാണോ ആധായ, ശിഷ്യൻ്റെ തോളിൽ തട്ടി. നമ്മുടെ മനസ്സിൽ ആ ചിത്രം വരണം. നമ്മളാണ് ഗാർഗ്യൻ. അത് സ്ത്രീലിംഗോ പുല്ലിംഗോ നവംസകലിംഗോ ഒന്നുമല്ല, നമ്മളാണ് ഗാർഗ്യൻ. നമ്മുടെ തോളിൽ തട്ടിക്കൊണ്ട് എന്താണ് മഹാഗുരു പറയുന്നത്? ഉത്തസ്തൗ, അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഉത്തസ്തൗ. അവരിങ്ങനെ പോരാൻ നേരത്തെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അയ്യോ, ആ ഒരു പിടുത്തം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഒരു വർഷം കഴിഞ്ഞ പിന്നെ കാണുക. അത്രയും കാലത്തെ എനർജിയാണ് തരിക. പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു എനർജി എന്ന് പറയുന്നത്. നമുക്കൊന്നുമില്ലല്ലോ, ആരുടെയും സപ്പോർട്ടില്ലല്ലോ. നമുക്ക് അച്ഛനമ്മമാരുടെ ഇല്ല, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, എല്ലാവരും നമ്മളെ വിട്ടിട്ടല്ലേ. പിന്നെ ആകെ ഒരാളേ ഉള്ളൂ. മൂപ്പരും കൂടെ സ്നേഹം കാണിച്ചില്ലേ, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് മകളെന്നുള്ള ഭാവമുണ്ട്, മകനെന്നുള്ള ഭാവം എല്ലാം ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ഇതൊക്കെ നമുക്ക് വേണ്ടേ? ആരെങ്കിലും അല്ലേ, സ്നേഹം കിട്ടാണ്ട് വരുമ്പോൾ അത് നമുക്കറിയില്ല. വളരെ നമ്മളെല്ലാവരും മാറും സ്നേഹം കിട്ടാണ്ട് വരുമ്പോൾ. അപ്പോൾ ആ സ്നേഹം എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് ഗുരുനാഥൻ ആ സ്നേഹം തരുമ്പോൾ അപ്പോൾ ഒരാശ്വാസം, അയ്യോ ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരാശ്വാസമാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഉത്തസ്തൗ, അതിനെ ചേർത്ത് പിടിച്ചിട്ട് ഉത്തസ്തം, എഴുന്നേൽക്കാൻ പറയുകയാണ്. ഉത്തസ്തൗ, എഴുന്നേൽക്കാൻ പറയുന്നു. ഇവിടെ തേർഡ് പേഴ്സൺ ആണ് പറയുന്നത്. അതായത് യാജ്ഞവൽക്യ മഹർഷിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ശിഷ്യനെ ഗുരു എഴുന്നേൽക്കാൻ പറയുന്നു. എന്താണ്? തൗ പുരുഷം സുപ്തം ആജന്മതുഹു. അടുത്ത വാക്ക്, ഗുരു ശിഷ്യനോടായി പറയുകയാണ്. അതായത്
അജാതശത്രു ഗാർഗ്യനോടായി പറയുന്നു. അടുത്ത ഉപദേശം തുടങ്ങുകയാണ്. തൗ പുരുഷോ, പുരുഷം. ഇവിടെ പുരുഷം എന്ന വാക്കിന് ജീവാത്മാ എന്ന് എഴുതിക്കോളൂ. ഇവിടുത്തെ അർത്ഥം ഈ സന്ദർഭത്തിൽ പുരുഷൻ എന്ന വാക്കിന് ജീവാത്മ. നമ്മൾ പലയിടത്തും പല അർത്ഥമാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? പുരുഷ സൂക്തം പഠിക്കുമ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. ഭഗവത്ഗീത 15 അധ്യായം പുരുഷോത്തമ യോഗം പഠിക്കുമ്പോൾ പുരുഷൻ എന്ന് വെച്ചാൽ പരമാത്മാവാണ്. ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജീവാത്മാ. തൗ പുരുഷം സുപ്തം ആജഗ്മതുഹു. എന്താണ് അജാതശത്രു പറയുന്നത്? ഉറങ്ങുന്ന സമയത്ത്, സുപ്തം എന്ന് വെച്ചാൽ ഉറങ്ങുക, സുഷുപ്തി അവസ്ഥ. ഉറങ്ങുന്ന സമയത്ത് തൗഹു, അതായത് തൗഹു എന്ന് വെച്ചാൽ ഏവരും, ആരൊക്കെയാണോ ഈ ലോകത്ത് ഉറങ്ങുന്നത്, അത് കീടപതംഗ പ്രാണികൾ മുതൽ മനുഷ്യൻ വരെയുള്ള സർവ്വ ജീവചരാച ജീവാത്മാക്കളെല്ലാം ഉറങ്ങുന്ന സമയത്ത് എന്താണ് അവരെല്ലാവരും എന്താണ് എഴുതുന്നത്? ആജഗ്മതുഹു, അവരടയുന്നത്. ആജഗ്മ എന്ന് വെച്ചാൽ അടയുക, ടു അറ്റൈൻ. ഇവിടെ നമ്മൾ അധ്യാഹാരം ചെയ്യണം. ശ്രദ്ധിക്കണേ, ഞാൻ പറയാം. തൗ പുരുഷം സുപ്തം കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എഴുതുക പരമാത്മാ ആജഗ്മതുഹു. പരമാത്മാ എന്ന വാക്ക് അധ്യാഹാരം ചെയ്യുക. ഒന്നുകൂടെ പറയാ, ശ്രദ്ധിക്കുക. തൗ പുരുഷം സുപ്തം പരമാത്മാ എന്നത് ബ്രാക്കറ്റിൽ എഴുതുക. സുപ്തം കഴിഞ്ഞ് അടുത്ത വാക്ക് ബ്രാക്കറ്റിൽ പരമാത്മാ, അല്ലെ ഈശ്വരൻ എന്നും എഴുതാം. നിങ്ങൾക്ക് പരമാത്മാ എന്നുള്ള വാക്ക് കൺവീനിയൻ്റ് അല്ലെങ്കിൽ ഈശ്വരൻ എന്നും എഴുതാം. തൗ പുരുഷം സുപ്തം പരമാത്മാ ആജഗ്മതുഹു എന്ന് വെച്ചാൽ എന്താണ്? അജാതശത്രു പറയാണ്, അല്ലയോ ഗാർഗ്യ, എല്ലാ ജീവാത്മാക്കളും ഉറങ്ങുന്ന സമയത്ത് പരമാത്മാവിനെയാണ് അടയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. അല്ലയോ ഗാർഗ്യ, എല്ലാവരും ഉറങ്ങുമ്പോൾ ആനന്ദം അനുഭവിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? അവർ പരമാത്മാവിനെയാണ് ആ സമയത്ത് അടയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം ഉറങ്ങാൻ. എല്ലാവർക്കും ഇഷ്ടം എന്തുകൊണ്ടാ? ഉറങ്ങാൻ വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? ആനന്ദമാണ് അവിടെ, നമ്മളൊന്നും അറിയുന്നില്ല. നമ്മൾ മാണ്ഡവ്യത്തിൽ പഠിക്കൂ. ഇനി മാണ്ഡവ്യ ഉപനിഷത്ത് 400ഓളം ശ്ലോകങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. കാരിക അതിൽ മുഴുവൻ ഇതാ പഠിക്കാൻ പോകുന്നത്. ഉറക്കം, ഉണരുക, സ്വപ്നം കാണുക, വീണ്ടും ഉറങ്ങുക, വീണ്ടും എഴുന്നേൽക്കുക, അത് തന്നെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ തുടക്കമായിട്ട് ഇവിടെ പറയുന്നു. പലയിടത്തും നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു ഉദാഹരണമായിട്ട് ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ്. എന്താണ് ഉദാഹരണം പറയുന്നത്? ഉറക്കത്തിൻ്റെ ഉദാഹരണം. എല്ലാവരും ഉറങ്ങുമ്പോൾ, എല്ലാ ജീവാത്മാക്കളും ഉറങ്ങുമ്പം അല്ലയോ ഗാർഗ്യ, പരമാത്മാവിനെയാണ് അവർ അടയുന്നത്. ആജഗ്മതുഹു അടയുന്നു. ടു അറ്റൈൻ. എന്തിനെയാണ് അടയുന്നത്? പരമാത്മാവിനെ. പക്ഷേ എല്ലാവരും ഒന്നും അറിയുന്നില്ലല്ലോ ഉറങ്ങുമ്പോൾ. എന്നിട്ട് പറയുന്നു തം ഏതൈ, അടുത്ത വാക്ക് തം ഏതൈ നാമഭിഹി ആമന്ത്രായാം ചക്രേ. എന്നുവെച്ചാൽ തം ഏതൈ, ആരാണോ ഉറങ്ങുന്നത്, തം എന്ന് വെച്ചാൽ ഇവിടെ ജീവാത്മാ, ആരൊക്കെ ഉറങ്ങുന്നോ അവരൊക്കെ എന്താണ്? അവരുടെ നാസികയിലൂടെ പ്രാണന പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധിക്കണേ. എന്ന് വെച്ചാൽ നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് പരമാത്മാവിനെ അടയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു തന്നു. നമ്മളെല്ലാവരും ഉറങ്ങുമ്പോൾ പരമാത്മാവിൻ്റെ മടിയിലാണ് ഉറങ്ങുന്നത്, അല്ല ഈശ്വരൻ്റെ മടിയിലാണ്. കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കാൻ എളുപ്പത്തിന് അങ്ങനെ പറയുന്നു. ഭഗവാന് മടിയൊന്നുമില്ല. ഭഗവാന്റെ മടി വിശ്വം തന്നെ. നമ്മൾ കാണുന്ന മടിത്തട്ട് ചിന്തിക്കരുത്, അല്ലേ? പരമാത്മാവിനെയാണ് നമ്മൾ അടയുന്നത് എന്ന് പറയും.
എന്നിട്ട് പറയുന്നു നമ്മൾ അടയുന്നു, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാണന പ്രക്രിയ നടത്തിക്കൊണ്ടേ, അതായത് ഉച്ഛ്വാസം നിശ്വാസം അല്ല. നമ്മൾ ഉറങ്ങുമ്പോഴും ആരാണ് ഉറങ്ങാണ്ട് ജോലി ചെയ്യുന്ന ആൾ? പ്രാണനാണ്. നമ്മളത് വേദാന്ത സാരത്തിലൊക്കെ പഠിച്ചാണ്. പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, ഇതൊക്കെ ഇവരെല്ലാം വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന്. ഇല്ല, അതിന് സംശയമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം അതൊക്കെ. തം ഏതേ നാമഭിഹി ആമന്ത്രായാൻ ചക്രേ എന്ന് വെച്ചാൽ ഉറങ്ങുന്നവൻ അവരുടെ നാസിക എന്ന് വെച്ചാൽ മൂക്ക്, നാസിക ഇന്ദ്രിയ, ആ ഇന്ദ്രിയത്തിലൂടെ എന്ത് ചെയ്യുന്നു? ആമന്ത്രായാൻ ചക്രേ എന്ന് വെച്ചാൽ പ്രാണന പ്രക്രിയ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു ഈ പ്രാണനാണ്, അതായത് നമ്മൾ ഉച്ഛ്വാസം നിശ്വാസം നടത്തുന്നുണ്ട്. ഇനി ആ പ്രാണന്റെ ധർമ്മങ്ങളാണ് അടുത്തത് പറയുന്നത്. ബൃഹൻ പാണ്ഡരവാസഃ സോമോ രാജൻ, ഇത്രയും 4 ലക്ഷണങ്ങൾ പറഞ്ഞു. നമ്മളിത് പഠിച്ചതാണ് ആദ്യത്തിൻ്റെ അവിടെ, ഒന്നാമത്തേന്ന് വെച്ചാൽ മന്ത്രം 2 ഒന്നാമത്തെ തർക്കത്തിൽ പഠിച്ചതാണ്. അത് തന്നെ ഇവിടെ പറയുന്നു. വേണ്ടവർ എഴുതിക്കോളൂ. ഇത് പ്രാണന്റെ ധർമ്മം. പ്രാണൻ എന്ന് വെച്ചാൽ ആരാണ് ഇവിടെ? പരമാത്മാ. നമ്മൾ കണ്ടിരുന്നു, പരമാത്മാ ആജമ്യതയോ എന്ന് കണ്ടു. എല്ലാം സൂക്ഷ്മദർശനം വേണം നമ്മൾ പഠിക്കാൻ, എങ്കിലേ ഇതൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ. അതിനു വേണ്ടി അതാണ് ഉപാസന വേണമെന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയാം. ഉപദേശം ആരംഭിച്ചു, ശിഷ്യഭാവത്തിൽ ഉപസദിച്ചത് കൊണ്ട് ഉപദേശം ആരംഭിച്ചു. എന്താണ് ഉപദേശം? അല്ലയോ ഗാർഗ്യ, എല്ലാവരും ഉറങ്ങുമ്പോൾ പരമാത്മാവിനെയാണ് അടയുന്നത്. ആ പരമാത്മാവ് ഉള്ളത് കൊണ്ടാണ് നിനക്ക് പ്രാണന പ്രക്രിയ ചെയ്യുക, ഉച്ഛ്വാസം നിശ്വാസം ചെയ്യാൻ പറ്റുന്നത് ഉറങ്ങുമ്പോഴും. എന്നിട്ട് പറയുന്നു പരമാത്മാവ് പ്രാണരൂപത്തിൽ നിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിനക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം പറയുന്നു ആ പരമാത്മാവിൻ്റെ പ്രാണൻ്റെ ധർമ്മങ്ങൾ പറയും. 4 വേണേൽ നമ്പർ ഇട്ടോളൂ. 1 ബൃഹൻ, 2 പാണ്ഡരവാസൻ, 3 സോമൻ, 4 രാജൻ. ഇത്രയും 4 ധർമ്മങ്ങൾ അല്ലേ. ഇവിടെ ഇത് ആദിത്യനിലാണോ? ഇവിടെയും പഠിച്ചു അല്ലേ, നമ്മൾ ചന്ദ്രനിലും പഠിച്ചു, 2 ലക്ഷണങ്ങളിലും പഠിച്ചു. അത് തന്നെ ഇവിടെ പറയുന്നു. ബൃഹൻ എന്ന് വെച്ചാൽ, ബൃഹൻ എന്ന വാക്കിൻ്റെ ഇവിടുത്തെ അർത്ഥം ഉത്തമൻ എന്നാണ്. ഉത്തമൻ, ഇവിടുത്തെ അർത്ഥം എന്താണ്? ഉത്തമൻ. ഭഗവത്പാദർ തൻ്റെ ഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്. എന്താണ് ഹെഡിങ്? പ്രാണൻ്റെ ധർമ്മം എന്ന് അല്ലേ. ആ പ്രാണൻ്റെ 4 ധർമ്മം പറയുന്നു, അല്ലെ പരമാത്മധർമ്മം തന്നെ. 4 ലക്ഷണങ്ങൾ പറയുന്നു. 1 ബൃഹൻ, ബൃഹൻ എന്ന് വെച്ചാൽ ഉത്തമൻ. ഉത്തമൻ എന്ന് വെച്ചാൽ എന്താണ്? കുറവില്ലാത്തവൻ അല്ലേ, ഒരു കുറവുകളുമില്ല, ന്യൂനരഹിതൻ എന്നാണ് ഉത്തമൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു ന്യൂനതകളും ഇല്ലാത്തവൻ. നമുക്കൊക്കെ ന്യൂനതകളുണ്ട്. കാമം, ക്രോധം, മതം, മാത്സര്യം ഇത്യാദി ന്യൂനതകളുണ്ട്. ഓരോ ദിവസവും ഓരോന്നിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അതാണ് നമ്മുടെ ന്യൂനത. ഇന്ദ്രിയങ്ങളിലെ ന്യൂനത, മനസ്സിൻ്റെ ന്യൂനത, ബുദ്ധിയുടെ ന്യൂനത, ഇതൊക്കെയുണ്ട് നമുക്ക്. പരമാത്മാവിനോ എന്താണ്? ഒരു ന്യൂനതയില്ല. അതുകൊണ്ട് ഭഗവാനെ എന്ത് വിളിക്കുന്നു? ഉത്തമൻ എന്ന് വിളിക്കുന്നു. അതിൻ്റെ പര്യായമാണ് ബൃഹൻ. അടുത്തത് പാണ്ഡരവാസഃ. പാണ്ഡരവാസ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. ഇവിടുത്തെ അർത്ഥം ശുദ്ധ സ്വരൂപി. ശുദ്ധ സ്വരൂപി. പാണ്ഡരവാസൻ എന്ന് വെച്ചാൽ എന്താണ്? ശുദ്ധ സ്വരൂപി എന്ന് വെച്ചാൽ എന്താണ്? ഏത് ജീവാത്മാവിൻ്റെ മൂക്കിൽ കൂടെ കയറി ഇറങ്ങിയാലും ഒരു അശുദ്ധിയും ബാധിക്കില്ല. അതാണ് ഇവിടുത്തെ അർത്ഥം. കാരണം ഉറങ്ങുമ്പോഴത്തെ ഉദാഹരണമല്ലേ പറയുന്നത് അല്ലേ. ഭഗവാൻ പ്രാണരൂപത്തിൽ ആരുടെയൊക്കെ, അത് വ്യാഘ്രമായിക്കോട്ടെ, സിംഹമായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, വരാഹമായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ആരുടെയൊക്കെ നാസികയിലൂടെ പ്രാണന പ്രക്രിയ ചെയ്താലും ആ ജീവാത്മാവിൻ്റെ അശുദ്ധിയൊന്നും ഭഗവാനെ ബാധിക്കില്ല. അതുകൊണ്ട് പരമാത്മാവിനെ എന്ത് വിളിക്കുന്നു? പാണ്ഡരവാസൻ എന്ന് വിളിക്കുന്നു. ശുദ്ധ സ്വരൂപി, സദാ ശുദ്ധ സ്വരൂപി, എപ്പോഴും.
ആ ശുദ്ധതയ്ക്ക് ഒരു മാറ്റവും. അത് അവതാരം എടുത്തോട്ടെ അല്ലേ, രാമാവതാരം, കൃഷ്ണാവതാരം, പരശുരാമ അവതാരം, ഏത് അവതാരം എടുത്തോട്ടെ, ഇതിലൊക്കെ എന്താണ്, അതിലൊക്കെ അഭിനയിച്ചാലും അവതാര ലീലയാടിയാലും ഭഗവാനെ അതൊന്നും ബാധിക്കില്ല. കാരണം പാണ്ഡരവാസനായതുകൊണ്ട്. ഇവിടെ നമ്മൾ ആ നാസികയുടെ ഉദാഹരണം വെച്ച് വേണം പാണ്ഡരവാസനെ ചിന്തിക്കുവാൻ. എങ്ങനെ ഏത് ജീവാത്മാവിൻ്റെ നാസികയിലൂടെ പ്രാണന പ്രക്രിയ ചെയ്താലും അല്ല കയറി ഇറങ്ങിയാലും, കുറച്ചുകൂടെ എളുപ്പത്തിന് ഓർക്കാനായിട്ട് പറയുക, ആ ജീവാത്മാവിൻ്റെ ഒരു അശുദ്ധിയും ഭഗവാനെ ബാധിക്കില്ല അല്ലേ. അല്ലെ ഭഗവാൻ എപ്പോഴേ അശുദ്ധി ബാധിച്ച് നശിച്ചു പോയേനെ. കാരണം എത്ര കോടിക്കണക്കിന് ജീവാത്മാക്കളല്ലേ. ഒന്നും വേണ്ടേ, ഒരു വിഭാഗം മാത്രം എടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ 38 കോടി യുവാക്കൾ മാത്രമുണ്ട്. അവരുടെ മാത്രം എടുത്ത് നോക്കിയാൽ 38 കോടി യുവാക്കൾ മാത്രം. യുവാക്കളുടെ നാസികയിലൂടെ കയറി ഇറങ്ങിയാൽ തന്നെ മതി കഞ്ചാവും ലഹരിയാണ്. അപ്പം എത്ര അശുദ്ധി ബാധിച്ചേനെ? ഒന്നും ബാധിക്കില്ല ഈശ്വരനെ. അതാണ് എത്ര ജീവാത്മാക്കളുടെ പ്രാണന പ്രക്രിയ ചെയ്താലും ഇതൊന്നും ബാധിക്കില്ല, അശുദ്ധിയെ ബാധിക്കാത്തവൻ. അതാണ് പാണ്ഡരവാസൻ. അടുത്ത മൂന്നാമത്തെ ലക്ഷണം സോമഹ. സോമൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ അർത്ഥം അട്രാക്റ്റീവ് എന്നാണ്. എല്ലാറ്റിനെയും അട്രാക്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ, വശത്താക്കുക, തൻ്റെ വശത്താക്കുന്നവൻ, എല്ലാവരെയും തൻ്റെ വശത്താക്കുന്നവൻ സോമൻ എന്നുള്ളവർ. നമ്മൾ ചന്ദ്രൻ്റെ ഉദാഹരണം പഠിച്ചപ്പോൾ സോമൻ എന്നുള്ളതിന് ഇതല്ലായിരുന്നു അർത്ഥം കേട്ടോ അല്ലേ. ആ സോമയജ്ഞം നടത്തി സോമസസ്യത്തിൻ്റെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ആ ഉദാഹരണം അതായിരുന്നു അവിടെ അർത്ഥം, അതല്ല ഇവിടെ. അതാണ് സന്ദർഭം അനുസരിച്ച് മാറുന്നത്. സോമൻ എന്ന് വെച്ചാൽ ഇവിടെ ആകർഷകൻ എന്നാണ് അർത്ഥം. എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കുവാൻ കഴിവുള്ളവൻ. അത് കർഷണം ചെയ്യുക അല്ലേ. എല്ലാറ്റിനെയും തൻ്റെ വശത്താക്കുവാൻ ആർക്ക് സാധിക്കും? ഒറ്റൊരാൾക്ക് ഈ ലോകത്ത് സാധിക്കും. അത് ഭഗവാന് മാത്രമാണ്. അതായത് ഇവിടെ എന്തുകൊണ്ട് ഈ വാക്ക് പറയുന്നു എന്ന് വെച്ചാൽ, ഭഗവാൻ ഒരു കീടത്തിൻ്റെ ഉച്ഛ്വാസ നിശ്വാസത്തിനെയും സഹായിക്കും. വലിയ മഹാത്മാക്കളായിക്കോട്ടെ അല്ലെ പ്രസിഡൻ്റ് ആയിക്കോട്ടെ, അവരുടെ അതായത് ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, വേർതിരിവില്ല. എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പ്രാണന പ്രക്രിയയിലൂടെ ഭഗവാൻ നമ്മളെയൊക്കെ അങ്ങിലേക്ക് ആകർഷിക്കുകയാണ്, ഉള്ളിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സോമൻ എന്ന് വിളിക്കും. അടുത്തത് എന്താണ്? രാജൻ. രാജൻ, രാജാ. രാജ എന്ന വാക്കിൻ്റെ ഇവിടെ അർത്ഥം പ്രകാശസ്വരൂപി എന്നാണ്. രാജൻ എന്ന് വെച്ചാൽ പ്രകാശസ്വരൂപി, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവൻ. എങ്ങനെ? പ്രാണനുണ്ടെങ്കിൽ നമുക്ക് പ്രകാശമുണ്ട്. പ്രകാശം എന്ന് വെച്ചാൽ ലൈറ്റ് എന്നുള്ള അർത്ഥമല്ല ഇവിടെ, ചൈതന്യം. പ്രകാശം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചിത്ത്. സച്ചിദാനന്ദം നമ്മൾ പഠിച്ചില്ലേ, അതിൽ ചിത്ത്, ചൈതന്യ സ്വരൂപി. പ്രകാശം ഒരിക്കലും ഇത് കറണ്ടല്ല, ലൈറ്റല്ല കേട്ടോ. പ്രകാശം എന്ന് വെച്ചാൽ എന്താണ്? ചൈതന്യ സ്വരൂപൻ. ഭഗവാൻ എന്താണ്? രാജാവാണ്. എങ്ങനെ രാജാവ്? എല്ലാറ്റിനും ചൈതന്യം കൊടുത്തുകൊണ്ട് അല്ലേ. അത് മനുഷ്യനിലും സർവചരാചരങ്ങളിലും ചിത്തരൂപത്തിൽ, കോൺഷ്യസ്നസ് അല്ലേ, നമ്മൾ പഠിച്ചില്ലേ ആ വാക്ക്, അതായിട്ട് വ്യാപിച്ചിരിക്കുന്നു. ഈ വിധം 4 നാമങ്ങൾ, 4 ലക്ഷണങ്ങൾ പ്രാണന്റെ വിശേഷണങ്ങളാകുന്നു. അടുത്തത് നമുക്ക് നാളെ പഠിക്കാം. അല്ല, കുറച്ചുകൂടി ഉള്ളു അല്ലേ. സ ന ഉത്തസ്ഥൗ പ്രാണിനാം അപേക്ഷം ബോധയാം ചകാര സഹോവാച ഉത്തസ്ഥൗ. നാളെ പഠിക്കാം. കാരണം അത് 5 മിനിറ്റ് തീരൂല, അതുകൊണ്ട് നാളെ പഠിക്കാം.
എല്ലാവരും ക്ഷമയോടുകൂടി ഇരിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ബൃഹദാരണ്യകം എളുപ്പമൊന്നും തീരില്ല, 1.5 വർഷം എടുക്കും തീരാൻ. അതുകൊണ്ട് ഭഗവാനോടും ഗുരുപരമ്പരയോടും പ്രാർത്ഥിക്കുക, എനിക്ക് ക്ഷമയോടെ ശ്രദ്ധയോടെ പഠിക്കുവാനുള്ള അധികാരം തരണേന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. എങ്കിലേ ഒരാവർത്തിയെങ്കിലും നമ്മുടെ ഈ ജന്മത്തിൽ ഈ പ്രായത്തിൽ കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.